ഹലോ, ഗുഡ് ഈവനിങ് ലേണേഴ്സ്. നമ്മൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇന്ന് OP 10.0 ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്കിന്ന് BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. അതായത് ഓറിയന്റേഷൻ സെഷനിലെ സെക്കൻഡ് സെഷൻ ആണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ ടീമും ഇവിടെ ഉണ്ട്. അവരെയും ഞാൻ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 10.2ന്റെ സെഷൻ 2 ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പൊ തന്നെ ആദ്യം തന്നെ ഓറിയന്റേഷൻ സെഷൻസിൽ നമ്മൾ ലൈക് സെഷൻ 2 ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ സ്കൂളിലായാലും അല്ലെങ്കിൽ കോളേജിലായാലും നമുക്ക് ഈ ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ BA സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പൊ നമ്മൾ +1 ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതെന്തിനാണ് നമ്മൾ നമ്മുടെ ബാച്ച്മേറ്റ്സുമായിട്ടും അതുപോലെ തന്നെ ആ പുതിയ ക്ലാസ്സുമായിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി, ഒന്ന് ഇന്ററാക്ട് ലൈക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ബ്രേക്കിംഗ് സെഷനോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്ത പോലെ എന്താ പറയുക ഫ്രഷേഴ്സ് ഡേ ഒക്കെ വെക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ വെക്കുന്നതാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഫണ്ണായിട്ട് കുറെ ഗെയിംസ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു മീറ്റ് അല്ലെങ്കിൽ ഒരു സെഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരും എന്താ പറയാ ഇങ്ങനെ ബലം പിടിച്ചിരിക്കൊന്നും വേണ്ട. എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഇരിക്കുക. കാരണം നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആണിത്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമല്ലോ. ഇനി നമ്മുടെ ഈ സെഷൻ 2 ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഒന്ന് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ണായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കണക്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്താ പറയാ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമുക്ക് ഫണ്ണായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്താ പറയാ കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ. പിന്നെ എന്താ പറയാ ഈ ഒരു സെഷനിൽ നിങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. വല്ലാതെ അങ്ങ് ടെൻസ്ഡ് ആയിട്ട് അങ്ങനെയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു കണക്ഷൻ ബിൽഡിംഗ് സെഷൻ മാത്രമാണ്. നിങ്ങളുടെ പിയേഴ്സുമായിട്ട് ഒന്ന് കംഫർട്ടബിൾ ആവാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും അറിയാനൊക്കെ ഉള്ളൊരു ഒരു സെഷനാണ്. ഓക്കെ. പിന്നെ പാർട്ടിസിപ്പേഷൻ ഞാൻ എല്ലാവരോടും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ബിക്കോസ് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. നിങ്ങളുടെ ലേണിംഗിന്റെ സമയത്തായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ഓറിയന്റേഷൻ, ഇതിപ്പോ ഓറിയന്റേഷന്റെ സെക്കൻഡ് സെഷൻ ആയിട്ടേ ഉള്ളൂ. ഇനിയും ഉണ്ട് നമുക്ക് സെഷൻസ് വരാൻ. അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ നമ്മൾ ഇത് ലൈക്ക് ഇങ്ങനെ എൻഗേജ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എല്ലാവരെയും കാണാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് അറിയാനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഇങ്ങനൊരു സെഷൻ വെച്ചാൽ. അപ്പൊ ഹോപ്പ് ഇതുവരെ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻട്രോ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ തന്നെ പരിചയപ്പെടുത്താം ഞങ്ങളുടെ ടീമിനായിട്ട്. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അനുശ്രീ എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടണമെന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാവരെയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്കിവിടെ ഒരു കാര്യമുണ്ട് റാപ്പിഡ് ഫയർ ഇൻട്രോ സെഷൻ എന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി കേട്ടോ. റാപ്പിഡ് ഫയർ ഇൻട്രോ സെഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിം പറയാം. ഓക്കെ. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം എന്റെ പേര് അനുശ്രീയാണ്. ഓക്കെ. എന്നിട്ട് പറയേണ്ടത് സിറ്റി യു ആർ ജോയിനിങ് ഫ്രം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കോഴിക്കോടെന്നാണ്. അപ്പൊ ഞാൻ പറയാം ഓക്കെ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പിന്നെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ഇഗ്നോയില് നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു BA കോഴ്സാണ്. അപ്പൊ നിങ്ങൾ BA പറയാം. ഇപ്പൊ BA FEG എടുത്തിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ BA FEG എന്നാണെന്ന് പറയാം. ഓക്കെ. പിന്നെ നിങ്ങൾ ലാസ്റ്റ് പറയേണ്ടത്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിങ്ങളെ പറ്റി ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഫാക്ട് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് പറഞ്ഞാലും മതി. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. നിങ്ങളുടെ ഹോബീസ് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ. ഓക്കെ. അപ്പൊ അത് എന്ത് ഹോബി വേണമെങ്കിൽ ആവാം. ഈ ലൈക്ക് എന്താണ്, ഇപ്പം കുറെ പേര് പറയാറുണ്ട് എനിക്കല്ല, അവർക്ക് ഉറക്കം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അത് പറയാം. സ്ലീപ്പ് അത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് പറയാം.
പെയിന്റിങ് ഇഷ്ടമാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അത് പറയാം. നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫാക്ട് നിങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാം. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷെയർ ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സെഷൻ കുറച്ചും കൂടെ എൻഗേജിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ ഇൻട്രോ സെഷൻ? ഓക്കെ, നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ച് പേരും കൂടെ ക്യാമറ ഓൺ ചെയ്യാനുണ്ട്. എല്ലാവരും ഓൺ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം ആരാണ് ആദ്യം മുന്നോട്ട് വരുന്നത്? വോളണ്ടിയർ ചെയ്ത് ആരാണ് ആദ്യം മുന്നോട്ട് വരുന്നത് പരിചയപ്പെടുത്താൻ? Hi, ma'am. ഹായ്. I am Hasmiya. ഓക്കെ, പറഞ്ഞോളൂ. I am coming from Malappuram. My family is also here. We have been married for about 6 years, and I have a 2-year-old daughter. I have had a gap of about 3 years from my studies. Before moving on to my next goal, I hope I can complete my BA English within this 3 years. I really like to be reading, writing, such my hobbies. Thank you. ഓക്കെ, എഴുതാനും വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഓക്കെ, അതെ. എഴുതാറുണ്ടോ? Yeah. കഥയോ ഇഷ്ടാണ് എനിക്ക്. കവിതയോ ഒക്കെ? ഇഷ്ടാണ് ഒരുപാട് ഇഷ്ടാണ്. ഓക്കെ ഓക്കെ, എന്തെങ്കിലും എഴുതിയ എന്തെങ്കിലും കവിതയോ കഥയോ ഉണ്ടോ? ഉണ്ട്, ബട്ട് ഇപ്പൊ വായിക്കണം. ഞാൻ ചോദിച്ചതാണ്. പബ്ലിഷ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇഷ്ടാണ് എനിക്ക് എഴുതാൻ. ഒരു സംഭവത്തെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, വായിക്കാനും ഇഷ്ടമാണല്ലേ? വായിക്കാനും ഇഷ്ടമാണ്. ഒരുപാട് നോവൽസ് വായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടം വിങ്സ് ഓഫ് ഫയർ ആണ്. പിന്നെ പോർട്രേറ്റ്സ് ഓഫ് ലവ് പറഞ്ഞിട്ട് ഷഫീഖിന്റെ ഒരു ബുക്ക് ഉണ്ട്. ഭയങ്കര ഈ 2 ബുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇംഗ്ലീഷ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാൻ? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ഇംഗ്ലീഷില് എനിക്ക് ഹിസ്റ്ററീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇത് കണ്ടല്ലോ എല്ലാവരും. വോളണ്ടിയർ ആയിട്ട് ഇതുപോലെ മുന്നോട്ട് വന്ന് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് രജനി. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയില് പയ്യന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ BA ഇംഗ്ലീഷ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കുട്ടികളുടെ ഇടയിൽ നഴ്സറി കുട്ടികളൊക്കെ. അതുകൊണ്ട് ഞാൻ മോണ്ടിസോറി കോഴ്സ് ഇപ്പൊ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഡിഗ്രി കൂടെ വേണം. ഞാൻ ഡിപ്ലോമയാണ്. അപ്പൊ എനിക്ക് ഡിഗ്രി കൂടെ വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡിഗ്രി കോഴ്സിന് ചേർന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഡിഗ്രി എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എൻ്റെ പേര് ഫായിദ, വീട് മലപ്പുറം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് BA ഇംഗ്ലീഷ് ആണ്. ബേസിക്കലി എൻ്റെ ഹോബീസ് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് സീക്രറ്റ്സ് ഓഫ് ഡിവൈൻ ലവ്, ആൽക്കെമിസ്റ്റ്, ഇതൊക്കെയാണ്. ഓക്കെ, എൻ്റെ ഫൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്നല്ല ആരുമായിട്ട് ദേഷ്യപ്പെട്ടാലും പെട്ടെന്ന് അവരുടെ ഫേസിൽ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചിരി വരുമല്ലോ. അങ്ങനെ ഒരു ഹാബിറ്റ്. ഓക്കെ, then yeah, these are all about myself. Thank you. അതായത് സീരിയസ് ആയ സിറ്റുവേഷനിൽ ചിരിക്കാൻ പറ്റും, അതാണോ പറഞ്ഞത്? അതെ. ഓക്കെ, പാർട്ട്ണറായിട്ട് ആരുണ്ടാക്കിയാലും നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി. വിൽ ബി ലാഫിങ് ഓൾവേസ്. അപ്പൊ പെട്ടെന്ന് എല്ലാ പ്രോബ്ലം തീർന്നോളൂ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. Yes, I'm Nafsia. I'm from Thrissur, but I'm native Ernakulam, native place Ernakulam. And in my family, I have a spouse and 2 kids. Yeah, I need a degree. So I joined BA English. I'm enthusiast for reading, and I would like to baking. I would like baking to ഇഷ്ടാണോ? Yes, ma'am. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു, ബേക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ. Yes, ma'am. ബുക്സ് ഇഷ്ടാണല്ലേ? Yes, ma'am. ബുക്സ് ഇഷ്ടമാണ്. ഏത് ബുക്കായിട്ട് ഇഷ്ടം വായിച്ചതില്? ഞാനിപ്പം
ഞാൻ മാധവിക്കുട്ടിയുടെ ഫാനാണ്. ഓക്കെ ഓക്കെ. ആ നീർമാതളൊക്കെ ഇഷ്ടാണോ? ഒക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം പൗലോ കൊയ്ലോ ആൽക്കെമിസ്റ്റിന്റെ ബുക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു നഫ്സിയ. താങ്ക് യു. ഞാൻ ജംഷീറ. ജംഷീറ പറഞ്ഞോളൂ. ഞാന് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം തിരൂരങ്ങാടി അവിടെ നിന്നാണ്. പിന്നെ ഞാനൊരു ടീച്ചർ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ കുറെ ആയി പഠിപ്പ് കഴിഞ്ഞിട്ട്, ഞാൻ +2 കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരാഗ്രഹം ഡിഗ്രി ചെയ്യണം എന്നുള്ളത്, അങ്ങനെ എടുത്തതാണ്. ഓക്കെ ഓക്കെ. ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാൻ? ഹോബി അങ്ങനെ എന്താ ഇഷ്ടം? ഇഷ്ടമുള്ള എനിക്ക് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാ, സ്റ്റിച്ച് ചെയ്യാ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാണല്ലേ? ഉം. ഓക്കെ ഓക്കെ. ചെറുതായിട്ടൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? ചെറുതായിട്ടൊക്കെ മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഓക്കെ. ഒരു ഫാഷൻ ഡിസൈനർ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുറത്തൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ തന്നെ ആ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. ഓക്കെ, താങ്ക് യു ജംഷീറ. ഓക്കെ. ഞാൻ ഷഹറ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഞാൻ സൗദി അറേബ്യ റിയാദിലാണ്. ഹോബീസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക, ഫുഡ് ഉണ്ടാക്കുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ ഹോബീസ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതാ. പിന്നെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിരിക്കുക. വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ വ്ളോഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ലല്ല, ഫോണില് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഓക്കെ എന്റേതായ രീതിയിൽ എഡിറ്റ് ചെയ്യുക. അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇഷ്ടാണല്ലേ? +2 കഴിഞ്ഞ് ഞാന് ITI നിലമ്പൂർ മജ്മയില് ആർക്കിടെക്ട് അസിസ്റ്റന്റ് കോഴ്സും ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് 1 ഇയർ വർക്ക് ചെയ്തു നാട്ടില്. ഓക്കെ. പിന്നെ ഇപ്പൊ കുറച്ച് ഗ്യാപ്പായി. ഇപ്പൊ ഡിഗ്രി അപ്പൊ ഡിഗ്രി എടുത്ത് ഇംഗ്ലീഷിന് ജോയിൻ ചെയ്ത് 6 വർഷം ഗ്യാപ്പായി ഇപ്പൊ. അതൊക്കെ തന്നെ. ഓക്കെ, താങ്ക് യു ഷാന. താങ്ക് യു. ഞാൻ ഷാഹിദ, മലപ്പുറത്ത് നിന്നാണ്. ഓക്കെ ഷാഹിദ പറഞ്ഞു. എനിക്ക് ഹസ്ബൻഡും 2 കുട്ടികളുമാണ് ഫാമിലിയിലുള്ളത്. എനിക്ക് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കുട്ടീനെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഭയങ്കര നല്ല നീറ്റായിട്ടാണ് പഠിപ്പിക്കുക. അടിക്കലും പിടിക്കലും അടിച്ചറയൊന്നുമില്ല. UKG പഠിക്കണ കുട്ടിയുണ്ട്. എനിക്ക് അങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യാം, നല്ല കഴിയും ചെയ്യും. എനിക്കത് ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഡിഗ്രി കൂടെ ചെയ്യണം എന്നാണ്. ഓക്കെ. പിന്നെ എന്റെ ഹോബി എന്ന് പറഞ്ഞാല് കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ അതിലേറെ ഇഷ്ടം എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ്. ഓക്കെ, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണല്ലേ? വണ്ടി ഓടിക്കുക, ഒറ്റക്ക് എവിടെയെങ്കിലും പോവുക, അതാണ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി. അത് നല്ലൊരു പരിപാടിയാണ്, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നത്. ഒറ്റക്ക് വണ്ടി ഓടിച്ചു പോവുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്. പിന്നെ നമുക്ക് അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാർ വേണം. ഒറ്റക്കാവുമ്പോ ഒന്നും കൂടെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഒരു മീ ടൈം ഒക്കെ വേണല്ലേ ഒറ്റയ്ക്ക്? ഓക്കെ ഓക്കെ. അതന്നെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. I'm Afsina from Malappuram. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. BA ഇംഗ്ലീഷ് തന്നെയായിരുന്നു എടുത്തത്. പക്ഷെ അത് കല്യാണം കാരണം അവിടെ ഡൗൺ ആയി. പിന്നെ അങ്ങനത്തെ ഒരു ഫാമിലിക്ക് ആയതുകൊണ്ട് എത്തിപ്പെട്ടത്, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ കുറച്ച് ലോങ് ആയി പോയി. അതുകൊണ്ടാണ് വീണ്ടും BA ഇംഗ്ലീഷ് തന്നെ എടുത്തത്. പിന്നെ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്, 2 ചെറിയ പെൺകുട്ടികളുണ്ട്. ഒരാള് 1ാം ക്ലാസ്സിലും ഒരാള് ചെറുതാണ്. പിന്നെ എന്റെ ഹോബീസ് എന്ന് പറയുന്നത്, എനിക്ക് കാലിഗ്രഫി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ റെസിൻ വർക്ക് ചെയ്യാറുണ്ട്, സ്റ്റിച്ചിങ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നതും പിന്നെ മൂവീസ് കാണുന്നതും തന്നെ ഒക്കെ ഇഷ്ടമാണ് ഭയങ്കര. ഒരുപാട് ഹോബീസ് ഉള്ള ഒരാളാണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റെസിൻ, കാലിഗ്രഫി, വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ തന്നെ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ? കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ, നമുക്കൊരു ഗെയിം കളിക്കാം, എന്നിട്ട് ബാക്കി സെറ്റ് ഓഫ് ആൾക്കാരെ നമുക്ക് കാണാം. ഓക്കെ,
അപ്പം ഹായ് നമുക്ക് മാം. ഗെയിം ഞാൻ ഹായ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. എൻ്റെ പേര് സഹല. എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോ ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തിന് ശേഷം ഞാൻ ഡിഗ്രി എടുക്കുന്നത് BA ഇംഗ്ലീഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ എല്ലാ കാര്യം ഇപ്പം ചെയ്യുന്ന ആളല്ല. ഇടയ്ക്ക് ഇപ്പോൾ എനിക്കിങ്ങനെ ഇസ്ലാമിക് ഹിസ്റ്ററി അങ്ങനെ ഹിസ്റ്ററീസ് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് പറയാനൊന്നുമില്ല. ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടാണോ? ഹിസ്റ്ററി, അത് ഇസ്ലാമിക് ഹിസ്റ്ററി അങ്ങനെയുള്ള സ്റ്റോറീസ് എല്ലാം വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഓക്കെ എപ്പോഴും എല്ലാം കാര്യം ചെയ്യാതെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുന്നു അങ്ങനെ ചെയ്യും. അങ്ങനെ ഹോബീസ് എന്ന് പറയാൻ മാത്രം അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ. അപ്പം നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ മാം ആയ ജേഷ മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ജേഷ മാം, ഓവർ ടു യു ജേഷ മാം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും ഇന്ന് ഐസ് ബ്രേക്കിംഗ് സെഷനിലാണല്ലോ. വളരെ ഫ്രീ ആയിട്ട് നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സെഷനിലാണ് എല്ലാവരും ഇന്ന് ജോയിൻ ആയിരിക്കുന്നത്. ഇനി പോകെ നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സെഷനിൽ മാക്സിമം നിങ്ങളുടെ എനർജി പുറത്തേക്ക് എടുക്കുക. നമ്മൾ കുറെ ഗെയിംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗെയിംസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ആക്റ്റീവ് ആയിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമേ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഓൺ ആക്കുക. എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ബിഗിൻ ചെയ്താലോ ഗെയിംസ്? ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗെയിമാണ് ഡീകോഡ് ആൻഡ് ഡിസ്കവർ ലോഗോസ് ആൻഡ് ഷോർട്ട് ഫോംസ് ചലഞ്ച്. അപ്പോൾ ഈ ഗെയിം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നമ്മൾ കുറച്ച് ലോഗോസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് കാണിക്കും. കുറച്ച് നേരം ഇത് കാണിക്കും. അപ്പൊ ഇത് നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം. റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുമല്ലോ മൈക്ക് ഓൺ ആക്കിയിട്ട്? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കാണിച്ചു തരാം ഏതാണ് ലോഗോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. സ്പോട്ടിഫൈ അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? അത് തന്നെയാണോ? ആണോ? എന്തിനാ ഈ സ്പോട്ടിഫൈ? എന്താണ് സ്പോട്ടിഫൈ? മ്യൂസിക് മാത്രമേ കേൾക്കൂ? മ്യൂസിക് കേൾക്കാണ് യൂസ് ചെയ്യും. സ്പോട്ടിഫൈ പോഡ്കാസ്റ്റ് ഡിഫറെന്റ് പോഡ്കാസ്റ്റ് ഒക്കെ നമുക്ക് കേൾക്കാം. മ്യൂസിക് മോട്ടിവേഷണൽ സ്പീച്ചസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ലോഗോ കാണിക്കട്ടെ. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. ICICI Bank. Indian Post അല്ലേ? പോസ്റ്റ് ഓഫീസ് ബാങ്കാണോ പോസ്റ്റ് ഓഫീസ് ആണോ? ഇന്ത്യൻ പോസ്റ്റ്. ഓക്കെ, പിന്നെ ഇനി വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടാവും? സ്പീഡ് പോസ്റ്റ് സർവീസിന്റെ എന്താണ്? പോസ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ലോഗോ ആണ്. ഓക്കെ, ഇത് ഇന്ത്യ അതെ. ഇനി അടുത്ത ലോഗോ കാണിക്കട്ടെ. റെഡിയാണോ? ഇതെന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്. വേറെ ആൻസേഴ്സ് ഒന്നുമില്ല? ഇത് കണ്ടിട്ട് വേറെ ലോഗോ ആണെന്ന് തോന്നുന്നില്ല. സൗത്ത് ഇന്ത്യൻ തന്നെയാ. ഓക്കെ, ഷുവർ അല്ലേ? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇനി നെക്സ്റ്റ് ലോഗോ നോക്കിയാലോ? അല്ലല്ല, സോപ്പ് പ്രൊഡക്റ്റ് അല്ല, ഓൾ പ്രൊഡക്റ്റ്. ഡോ ആണ്. കുറച്ച് ഈസി ടാസ്ക് ആണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളൊക്കെ ഭയങ്കര ജനറൽ നോളജ് ഉള്ളവരാണല്ലോ.
ഏതാണ് Mahindra. Mahindra car. Mahindra. Yeah. മഹീന്ദ്ര കാറാണോ മഹീന്ദ്രയുടെ ലോഗോ ആണോ? മഹീന്ദ്ര ലോഗോ. Mahindra logo. മഹീന്ദ്രന്റെ ലോഗോ. Logo. വേറെ ഓപ്ഷൻ ഒന്നുമില്ല? വേറെ ഇത് കണ്ടിട്ട് വേറെ കാക്ക ഇല്ല ഇല്ല. മഹീന്ദ്ര മാത്രമേ ഉള്ളൂ അല്ലേ? ആ. ഓക്കെ, മഹീന്ദ്ര കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയാലോ? Yes. Airtel. എയർടെലിന്റെ എയർടെലിന് കുറെ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായല്ലോ. കയ്യിലെപ്പോഴും നമ്മുടെ ഫോണല്ലേ? എയർടെൽ. ഇനി നെക്സ്റ്റ് എന്താണ്? ഒരു പകുതി സ്റ്റാർ ഇൻഷുറൻസ്. ഹോട്ട്സ്റ്റാറോ? അതാരോ പറഞ്ഞല്ലോ ഹോട്ട്സ്റ്റാർ. സ്റ്റാർ ഇൻഷുറൻസ്. സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഇത് കണ്ടിട്ട്? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആണെന്ന് തോന്നുന്നു. ആ. അതെ, ഓക്കെ. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ തന്നെയാണ്. നെക്സ്റ്റ് ഡിയർ. ഡിയർ അതാണ്. ഈ ഡിയർ എന്തിന്റെ സിമ്പിൾ ആണ് എന്നാണ് കേട്ടോ. ഓക്കെ അലൻസോളി. നെക്സ്റ്റ് Domino's. പിസ്സ. Domino's. ഓക്കെ, വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഒരേ ആൻസർ അല്ലല്ലോ? നിങ്ങൾ എല്ലാവരും അപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നുണ്ട്? ഓക്കെ, ഡൊമിനോസ് പിസ്സ. ഇതെന്താണ്? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നോ? എല്ലാവരും ആദ്യമായിട്ട് കാണാണ്? ആർക്കെങ്കിലും ഒരു ആൻസർ ഉണ്ടോ? കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ആദ്യമായിട്ട് കാണാൻ അല്ലാതെ ഒരു ആൻസർ ഉണ്ടോ? മതി ഗസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. കേട്ടില്ല. ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഓക്കെ. പിന്നെ ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, തെറ്റിക്കണ്ട. ഓക്കെ, സോ ഈ ഗെയിം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഗെയിമിൽ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുറെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൻസേഴ്സ് മാത്രമേ ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ ഇതേ എനർജി ലെവലിൽ നമുക്ക് ഇനിയും ഗെയിംസ് ഉണ്ട്. ഇനി നമുക്കൊരു ഗെയിമും കൂടി ഉണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ള കുറച്ച് പേരെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇനി ആരാ വരാൻ പോകുന്നത്? വോളണ്ടിയർ ആരാ വരാൻ പോകുന്നേ? ഹായ് മാം, ഹായ്, ഞാൻ നവ്യ, കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന്. കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ണൂർ പയ്യന്നൂരിൽ നിന്നാണ്. എന്റെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈവ് ചെയ്യുക, ബുക്സ് വായിക്കുക, ഇതൊക്കെ തന്നെ. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണോ? ആ, ഇവിടെ കുറെ ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഏത് ബുക്കാ ഇഷ്ടം റീസെന്റ് ആയിട്ട് വായിച്ചതില്? ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്, അത് ഞാൻ വായിച്ച് ഇഷ്ടപ്പെട്ടു. നിംന വിജയന്റെ ആണോ? അതെ. ഓക്കെ, താങ്ക് യു നവ്യ. താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാ വരാൻ പോകുന്നേ? ഇതുപോലെ എനർജറ്റിക് ആയിട്ട് വന്നോളൂ കേട്ടോ, പെട്ടെന്ന് വന്നോളൂ. ആരാ ഇനി? ഹലോ, പറഞ്ഞോളൂ. My name is Mubina from Calicut. എനിക്ക് എന്റെ ഹോബീസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്ര ചെയ്യാനാണ്. പിന്നെ നല്ല നല്ല ഫുഡ് കഴിക്കുക. പക്ഷെ എന്ന് വെച്ച് വെറൈറ്റികളൊന്നുമില്ല, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, അതൊക്കെ ഇഷ്ടം. പിന്നെ എനിക്ക് ഹസ്ബൻഡ്, ഒരു കുട്ടിയുണ്ട്, 1 വയസ്സായ. പിന്നെ ഞാന് +2 കഴിഞ്ഞ്
ഒരു വർഷം CTTC ചെയ്തു. പിന്നെ അത് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു. പിന്നെ MTTC കഴിഞ്ഞു. അപ്പോ MTTC എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷിൽ നോളജ് വേണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിഗ്രിയിൽ BA ഇംഗ്ലീഷ് എടുക്കണം എന്ന് തന്നെ ഒരു തോന്നൽ വന്ന്. അങ്ങനെയാണ് എനിക്ക് ഡിഗ്രി ചെയ്യണം എന്നുണ്ടായിരുന്നു. ഏത് സബ് എടുക്കുന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ഇതാണ് ചോയ്സ് എന്ന് തോന്നിയപ്പോൾ ഇതെടുത്തു. കാരണം ഇംഗ്ലീഷ് ആണല്ലോ നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ആവശ്യം. അപ്പൊ അത് തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ എന്തായാലും ഡിഗ്രി നല്ല സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആരാ വരാൻ പോകുന്നേ? ഗുഡ് ഹായ് ഈവനിങ് മാം. മാം. രണ്ടുപേര് പറഞ്ഞു. ആരാ? ആൻസി ആണോ പറഞ്ഞേ? അതെ മാം, ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. പറഞ്ഞു. എൻ്റെ പേര് ആൻസി SLX. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രം നെടുമങ്ങാട്. ഞാൻ +2 കഴിഞ്ഞ് ഇപ്പൊ PSC കോച്ചിങ്ങിന് പോവാണ്. എൻ്റെ മെയിൻ ആയിട്ടുള്ള അംബിഷൻ എന്ന് പറയുന്നത് ഒരു പോലീസ് ആവുക എന്നാണ്. ഓക്കെ അങ്ങനെ ഓക്കെ. പഠിച്ചുകൊണ്ടിരിക്കുന്നു. PSC ട്രൈ ചെയ്യാണല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാ ഇൻസ്പിറേഷൻ പോലീസ് ആവാൻ? എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. ഇനിയിപ്പം CPO ആണ്. അതിന്റെ കൂടെ SIയും പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ആൻസി. ഓക്കെ മാം. നെക്സ്റ്റ് ആരായിരുന്നു പറഞ്ഞേ? ഹലോ മാം, ഹലോ. എൻ്റെ പേര് അർച്ച. പറഞ്ഞോളൂ. തൃശ്ശൂര് ആണ് വീട്, പുത്തൂര്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്. ഞാൻ TTC ആണ് +2 കഴിഞ്ഞപ്പോൾ ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസറാണ്. പിന്നെ ചെറുതായി വരയ്ക്കും, അതൊക്കെ തന്നെ. പിന്നെ ഡാൻസ്. ഓക്കെ. ക്ലാസിക്കൽ ഡാൻസ് ആണോ? ക്ലാസിക്കൽ ഡാൻസ്. ഓക്കെ ഓക്കെ. ഫുഡ്, ഫേവറേറ്റ് ഫുഡ് ഏതാ? മന്തി. മന്തി ഇപ്പത്തെ ഒരു ട്രെൻഡ് ആണല്ലോ. ഓക്കെ. മാം, ഞാൻ തൃശ്ശൂർക്കാരി വന്നപ്പോ ഞാൻ പെട്ടെന്നൊന്ന് മൈക്ക് ഓൺ ആക്കിയതാണ്. ഞാൻ തൃശ്ശൂരാണ്. എൻ്റെ പേര് റമി രാജൻ. ഞാൻ എൻ്റെ പ്രത്യേകത പറയാം. ഞാൻ ഇതുപോലെ TTC പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്പെഷ്യൽ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ എൻട്രൻസിന് പഠിച്ചിരുന്നു. അത് 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി, ഫൈനൽ ഇയർ ആണ്. അപ്പൊ ഡിഗ്രി ഇല്ല. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാണ് ഇഗ്നോയില് BA ഇംഗ്ലീഷിന്. പിന്നെ കുട്ടികളായിട്ട് ഭയങ്കര ഇന്ററാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്പെഷ്യൽ കിഡ്സ് ആണല്ലോ, അപ്പൊ അതിൻ്റെതായ രീതിക്ക് അവരായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഒന്ന് തോന്നുന്നുണ്ട്. ഇനി ഡെവലപ്പാവാൻ സാധിക്കട്ടെ ഇതിലൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സക്സസ്ഫുള്ളി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. തൃശ്ശൂരുകാരിയാണ്. ഇവിടെ മൊത്തം തൃശ്ശൂരുകാരാണെന്ന് ഞാൻ പറഞ്ഞോളൂ. +2 കഴിഞ്ഞിട്ട് DLED കോഴ്സാണ് ചെയ്തത്, TTC. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു ഡിഗ്രി ആവശ്യമാണല്ലോ, അങ്ങനെയാണ് ഞാൻ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തത്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് യാത്ര ചെയ്യുക, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ നിന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഓക്കെ ഓക്കെ. എവിടെ പോയതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം? ഞാന് കുറെ യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടും ഫാമിലി ഒക്കെ ആയിട്ടും പോകുന്ന ഒരാളാണ്. ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഏതെങ്കിലും ഉണ്ടോ? മഹാരാഷ്ട്ര, പൂനെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ. ഞാൻ ഏഞ്ചൽ. ഞാനിവിടെ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിലെ മേലൂരാണ് എൻ്റെ വീട്. കേൾക്കുന്നുണ്ടോ? കേക്കാം ഏഞ്ചൽ പറഞ്ഞു. ഓക്കെ ഓക്കെ. മേലൂരാണ് എൻ്റെ വീട്. എനിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ എൻ്റെ ഹോബീസ്, എനിക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്. പിന്നെ വേറെ അങ്ങനെ ഹോബീസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തതാണ്, 1 കൊല്ലം ചെയ്തായിരുന്നു. പിന്നെ കല്യാണമായി, പിന്നെ അത് നിന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ഫ്രീ ആയി. ഇപ്പൊ പിള്ളേരൊക്കെ ഒത്തിരി ഒന്ന് വലുതായി കഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു, ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. എഡിറ്റിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയാ ചെയ്യാറ്? എഡിറ്റിംഗ് അങ്ങനെയൊന്നും കുഞ്ഞി പിള്ളേരുടെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ശരി, താങ്ക് യു ഏഞ്ചൽ. നെക്സ്റ്റ് ആരാ വരാൻ പോകുന്നേ? ഹലോ മാം. ഹലോ, ഫാത്തിമയാണോ? ഫാത്തിമ നിലൂഫർ എന്നാണ്.
ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാ. ടീച്ചിങ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ DLED കോഴ്സ് കഴിഞ്ഞതാ. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചിരിക്കാൻ ഇഷ്ടം, പിന്നെ ചെറുതായിട്ട് വരും. ഓക്കെ ഓക്കെ. താങ്ക് യു ഫാത്തിമ. നെക്സ്റ്റ് ആരാ വരാൻ പോകുന്നേ? ഹായ് മാം, ഹായ്. എൻ്റെ പേര് ഷാസിയ. ഞാൻ കണ്ണൂരാണ്, ഇപ്പം ഗൾഫിലുള്ളത്. പിന്നെ ഓൾറെഡി ഫസ്റ്റ് ഇയർ കഴിഞ്ഞതാ. ഇപ്പോ ഇവിടെ വന്നപ്പോ മാറ്റി ചെയ്യേണ്ട അവസ്ഥയായി, അതാ ഇഗ്നോയിൽ കയറാൻ കാരണം. BA ഇംഗ്ലീഷ് എടുത്തു. ഹോബീസ് റീഡിങ്, റൈറ്റിങ്, പിന്നെ വീഡിയോ എഡിറ്റിങ്, അതൊക്കെ തന്നെ. വീഡിയോ എഡിറ്റിംഗ് കുറെ ആൾക്കാരുണ്ടല്ലേ. റീഡിങ് ഏത് ബുക്കാ ഇഷ്ടം? വായിച്ചതിൽ ഏത് ബുക്കാ ഇഷ്ടം? റീഡിങ് ബുക്ക് എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ലാസ്റ്റ് വായിച്ചത് വിൻഡി കിഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. എൻ്റെ പേര് നിയ, ഞാൻ കോഴിക്കോട് നിന്നാണ്. പിന്നെ ഞാൻ BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. ഹോബീസ് ഡാൻസിങ്, സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നീ പുറത്താണോ? ഞാൻ വയനാട്ടിൽ പോയതായിരുന്നു. പാസ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഓക്കെ. താങ്ക് യു ഫോർ ജോയിനിങ്. പുറത്തായിട്ടും ജോയിൻ ചെയ്തല്ലോ. ഓക്കെ മാം, ഡെഡിക്കേറ്റഡ് താങ്ക് യു. ആയിട്ടുള്ള ലേണേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. മാം കേൾക്കുന്നുണ്ടോ? കേക്കാം പറഞ്ഞു. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു, അത് കാരണമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. എന്റെ പേര് രഞ്ജിത്ത്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. ഓക്കെ. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോകും, അതേപോലെ ജിമ്മ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. താങ്ക് യു രഞ്ജിത്ത്. താങ്ക് യു. എന്റെ പേര് ജെൻസി എന്നാണ്. ഞാൻ സൗദിയിലാണ്, സൗദിയിലെ കോബാളിലാണ്. പിന്നെ എനിക്ക് ഒരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം, അതിനൊരു ഡിഗ്രി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. അതിപ്പോ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ. അവിടെ പുറത്ത് തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അവിടെ ഞാൻ ഓൺലൈൻ ബേസ്ഡ് വർക്ക് ചെയ്യുന്നത്, താമസിക്കുന്ന സൗദിയിൽ കോബാറിലാണ്. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഹലോ ഹലോ. മാം, ഞാനുണ്ട്. പറഞ്ഞോളൂ. ഐ എം റോയ്സൺ. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാ പറയണ്ടേ? ഒന്നുമില്ല. പേര് പറയാ, പിന്നെ നമ്മൾ എവിടെ നിന്നാ വരുന്ന സ്ഥലത്തിന്റെ പേര് പറയാ, പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കോഴ്സും, പിന്നെ നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഐ എം റോയ്സൺ ഫ്രം Trichy district, Kundankulam is my city. I am working with Kerala State Electricity Board as Assistant Executive Engineer. My excited experience is when I completed my course, I prepared for PSC examinations. I do 2 of the examinations in the same day. I got the 2 of the examination. I passed with 1 examination in first rank and another with in now working KICB sub-engineer. That rank list I got I think near 100. I joined for my job with Kerala State Electricity Board in my 20th year. Now I completed 30 years of service. 30 years ആയിട്ട് സർവീസിലുണ്ടല്ലേ? 330. ഏത് എക്സാം ആയിരുന്നു വേറെ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞത്, ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലാതെ? അത് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഓക്കെ ഓക്കെ. After 5 years completing service there, I came to Kerala State Electricity Board as sub-engineer. And now I am working as Assistant Executive Engineer.
in Kumadan. Okay. Okay. Thank you for sharing. Okay. ഇനി ആരെങ്കിലും ഉണ്ടോ പരിചയപ്പെടുത്താൻ? ഹായ് മാം, ഹായ്. എന്റെ പേര് കോടന്നാണ്. ഇപ്പൊ വർക്ക് ചെയ്യാണ്. അതായിട്ട് യൂണിഫോം ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഷിഫ്റ്റ്. ഞാൻ കാലിക്കറ്റ് നിന്നാണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തത് മെഡിക്കൽ സ്ക്രൈബിംഗ് കംപ്ലീറ്റഡ് ആണ്. അപ്പൊ അതിലേക്ക് ഒരു ഡിഗ്രി ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇംഗ്ലീഷ് എടുത്തത്. Okay. ഹോബി എന്ന് പറയാന് ഡാൻസ് ചെയ്യും, ഡ്രോയിങ് കുറച്ചൊക്കെ ചെയ്യും, പിന്നെ Okay. എഡിറ്റിംഗ്. ഓക്കെ. താങ്ക് യു. ഇപ്പൊ ജോയിൻ ചെയ്ത ഒരുപാട് പേരും ഇങ്ങനെ ബിസി ആയിരിക്കുന്നതിന്റെ ഇടയിലാണ് ജോയിൻ ചെയ്തത്. താങ്ക് യു ഫോർ ജോയിനിങ് എല്ലാവർക്കും. ഇനിയിപ്പോ ആരാണ് പരിചയപ്പെടുത്താനുള്ളത്? ഹലോ മാം, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ലിൻസി, ചാലക്കുടിയാണ്, തൃശ്ശൂരിന്ന്. ഓക്കെ, അപ്പം ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ്, കോടതിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ തന്നെ സർവീസിൽ കയറിയ കാരണം കൊണ്ട് പിന്നെ ഒരു ഡിഗ്രി എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പം കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ബുക്ക് ഒന്ന് ടച്ച് ചെയ്യണത്. ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 17 years ഓഫ് സർവീസ് ആയി എനിക്കിപ്പോ. അപ്പൊ ഒരു ഡിഗ്രി ഒന്ന് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ജോയിൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് 2 മക്കളാണുള്ളത്, ആൺകുട്ടികള്. മൂത്താള് ബിടെക് പഠിക്കുന്നു, ചെറിയ ആള് +2-ന്. അതാണ് എന്റെ ഫാമിലി. പിന്നെ സത്യം പറഞ്ഞാൽ 7 മണിക്ക് തന്നെ മീറ്റിംഗ് തുടങ്ങിയപ്പോ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓഫീസിൽ നിന്ന്. അപ്പം എന്താ പറയാ, ഒരു തിരക്കിട്ട ഒരു ഇതിന്റെ ഇടയിൽ ഒരു ഡിഗ്രി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പം ഓക്കെ. പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലേണർ ആണ്. പിന്നെ എന്റെ ഹോബി എന്ന് പറയാനായിട്ട് എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്. ഞാൻ കുറച്ച് പച്ചക്കറി അങ്ങനെയൊക്കെ നടാനായിട്ടുള്ള സമയമൊക്കെ കണ്ടെത്തും. അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യം ഞാൻ തൃശ്ശൂരായിരുന്നു. അന്നേരം എനിക്ക് അത്രക്ക് അങ്ങോട്ട്, ഇപ്പൊ ഞാൻ കുറച്ചും കൂടി നിയറസ്റ്റ് ആയിട്ട് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ കുറച്ചും കൂടി സമയം കിട്ടും. അപ്പൊ അങ്ങനെ ചെടികളോ ഒരു പരിപാലിക്കുക, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ്. ഓക്കെ. അപ്പൊ വീട്ടില് ഗാർഡൻ ഒക്കെ ഉണ്ടാവും അല്ലേ? ഗാർഡൻ ഫ്രണ്ടില് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ജോലി ഇത്തിരി കോടതിയിൽ അറിയാലോ, കോടതി ജോബ് എന്ന് പറയുന്നത് അത്രയും തിരക്കേറിയ ഒരു പോസ്റ്റാണ് എന്റെ. അപ്പം എനിക്ക് അതിൽ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഒന്നും ടൈം കിട്ടില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ എന്ന് പറഞ്ഞ മാതിരിയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, നല്ല കാര്യം. എന്തായാലും ഇത്രയൊക്കെ ബിസി ആയിട്ടും BA കോഴ്സ് ചെയ്യാന് സമയം കണ്ടെത്തിയല്ലോ. ഓക്കെ. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അതൊക്കെ ചെയ്യാൻ പറ്റും. എന്താ പറയാ, നമ്മളുടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീതു മാം, വർഷ മാം ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിരുന്നു അവരുടെ ടോക്ക്. അപ്പൊ ഞാൻ വേണ്ട, എനിക്ക് പറ്റൂല, ചിലപ്പോ ഓഫീസിൽ നിന്ന് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അപ് ടു ഡേറ്റ് ചെയ്ത് പഠിക്കാനൊന്നും ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പൊ അന്നേരം ഞാനത് വേണ്ട എന്ന് വിചാരിച്ചപ്പോഴും കുറച്ചും കൂടി ഇൻസ്പയറിംഗ് ആയിട്ട് എന്നെ ഇതിലേക്ക് വേണം, എടുക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ. അങ്ങനെ അപ്പൊ ആ ഒരു ധൈര്യം കൂടി ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ ധൈര്യമായിട്ട് എന്തായാലും മുന്നോട്ട് പോയിക്കോളൂ. എന്നിട്ട് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു മാം. മുഫീദയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് തോന്നുന്നു. വേറെ ആരെങ്കിലും പറയുന്നോ ഇപ്പൊ? ഹായ് മാം. മുഫീദ വന്നോ? പറഞ്ഞു. ഞാൻ കണ്ണൂർ പയ്യന്നൂരിൽ ഞാൻ +2 കഴിഞ്ഞിപ്പോ 1 year ആയി. ഞാൻ ജിടെക്കില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വെബ് ഡിസൈനിങ്. ഹലോ, കേക്കാം പറഞ്ഞു. ഹോബി എന്താ ഇഷ്ടം? ഹോബി ഞാൻ കാലിഗ്രഫി ചെയ്തും ചിത്രം വരക്കും. ഓക്കെ. വേറെ എന്തേലും? ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? ചിത്രം വരക്കുന്നതാണ്, അവരുടെ അറബിക് കാലിഗ്രഫീസ് എല്ലാം എഴുതും. ഓക്കെ. താങ്ക് യു മുഫീദ. ഹലോ, കേക്കാം. ഓക്കെ. ഞാൻ +2 കഴിഞ്ഞിട്ട് DMLT പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമ ലബോറട്ടറി ടെക്നീഷ്യൻ ആയിട്ട്. അതില് 2 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജിടെക്കില് ഡാറ്റ എൻട്രി പഠിച്ചു. ഇപ്പൊ കറന്റ്ലി ഡാറ്റ എൻട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫർദർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഡിഗ്രി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇംഗ്ലീഷിലാണ് വരുന്നതെന്ന് കണ്ടുകൊണ്ട്
BA ഇംഗ്ലീഷ്. പിന്നെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ചെയ്യും. പിന്നെ ഇപ്പോൾ കറന്റ് കണ്ടന്റ് ക്രിയേഷൻ ആണ് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ. ഓക്കെ. അത് ചെയ്യുകയാണോ? ഓൺലൈനായിട്ട് പഠിക്കുകയാണോ? അങ്ങനെയാണോ? അല്ലല്ല, പഠിക്കല്ല, ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? ഞാൻ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ഗ്രോയിങ് ആണ്, ഒരു ഓക്കെ ഓക്കെ. ഇൻഫ്ലുവൻസർ ആയിട്ട്. അപ്പൊ നമുക്കൊരു വ്ളോഗറെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ? ആ, ഒരു 1 year ആയിട്ടുണ്ട്. 1 year ആയില്ലേ? ഓക്കെ. എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 1300. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഇവിടെ എടുത്തിരിക്കുന്ന കോഴ്സ് BA ഇംഗ്ലീഷ് ആണ്. പിന്നെ ഹോബി എന്ന് പറയാൻ പ്രത്യേകിച്ച് ഹോബി ഒന്നുമില്ല. ഫുഡ് കഴിക്കുക, റീഡ് ചെയ്യുക, ചിത്രം വരയ്ക്കുക, അങ്ങനെ കുറച്ച്. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിലും എല്ലാ വശത്തു കൂടെ ഒന്ന് പോവും. എല്ലാം ചെയ്യും അല്ലേ? അതെ അതെ. ഡാൻസിങ് ചെയ്യും. ഓക്കെ ഓക്കെ. ഫുഡ് ഏതാ ഇഷ്ടം? ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ഓക്കെ ഓക്കെ. താങ്ക് യു അശ്വിനി. അപ്പോൾ ഇനിയുള്ള നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമേ നോക്കുക നിങ്ങളുടെ പേര് തന്നെയാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ റീനെയിം ചെയ്തിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. കാരണം ഈ ഒരു ഗെയിമിന് നിങ്ങളുടെ പേര് തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ചില അക്കൗണ്ടിലൊക്കെ ചിലപ്പോൾ ഫോണിന്റെ പേരൊക്കെ ആയിരിക്കും, സാംസങ്, ഓപ്പോ, അതൊക്കെ മാറ്റി നിങ്ങളുടെ പേര് തന്നെ വെക്കുക. അതുപോലെ തന്നെ ക്യാമറാസ് എല്ലാം ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഈ ഗെയിം അങ്ങനത്തെ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ. സോ നോക്കാം. ഇത് നമ്മള് നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് വിർച്വൽ സ്കാവഞ്ചർ ഹണ്ട് എന്നാണ് ഗെയിമിന്റെ പേര്. പക്ഷെ അത് വലിയ ഈ പേര് പറയുന്ന പോലെ അത്ര വലിയ ഗെയിം ഒന്നല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ വേണ്ട ഒരു ഗെയിമാണ്. ഓടിച്ചാടി കുറെ കാര്യങ്ങളൊക്കെ ഒപ്പം ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് ഗൂഗിൾ, ഓപ്പോ, സാംസങ് ഒക്കെ മാറ്റിയിട്ട് യഥാർത്ഥ പേരുകൾ വെക്കുക. അതാകുമ്പോൾ നമുക്ക് വിളിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഓൺ ആക്കുക. എന്നാലാണ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഗെയിമിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാം, പറഞ്ഞു. ഞാൻ മോൾക്ക് ഫീഡിംഗ് ആണ്. അപ്പോ ഓക്കെ. അപ്പോൾ ഈ ഒരു ഗെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്ക്രീനിൽ നമ്മളൊരു ഐറ്റം കാണിക്കും. ആ ഐറ്റം നിങ്ങൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വരിക, ക്യാമറയിൽ കാണിക്കുക. ഓക്കെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം അല്ലേ? നേരത്തെ ഗെയിം കുറച്ച് തോട്ട്ഫുൾ പ്രോസസ് ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. ഓക്കെ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഐറ്റം, അത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഐറ്റം ആയിരിക്കും. അത് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് സ്ക്രീനിൽ കാണിക്കാം, ക്യാമറയിൽ കാണിക്കാം. ഷാൽ വി ബിഗിൻ ദ ഗെയിം? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഓടാനും ചാടാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. ആരാണ് ആദ്യം ഇത് കൊണ്ടുവന്ന് ക്യാമറയിൽ കാണിക്കാൻ നമുക്ക് നോക്കാം. ആരാണ് ഏറ്റവും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെയ്യുന്നതെന്ന്. കാർ ഓടിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം ഇൻവോൾവ് ആവണ്ട. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാം. മഗ് ഓർ കപ്പ്. എടുത്തോളൂ, ഓടിപ്പോയി എടുത്തോണ്ട് വന്നോളൂ. കറക്റ്റ് സമയത്ത് ഇവിടെ കറണ്ട് പോയി. ഷാന, റോയ്സൻ, ജംഷീറ, മുബഷീറ, പിന്നെ നാൻസി, മുസിന, ഓക്കെ, ഹുദ, എല്ലാവരും കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുറെ കപ്പുകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലേ? രജനി കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ. ആ, എനിക്കും പറ്റില്ല കേട്ടോ, എന്റെ കയ്യിൽ കുട്ടി ഉറങ്ങുക. കുഴപ്പമില്ല. റീഡ് ചെയ്തോണ്ട് ഉറങ്ങാണ്. വേണ്ട, കുട്ടീനെ ഉണർത്തണ്ട കേട്ടോ. മെല്ലെ നമ്മൾക്ക് പറ്റുന്ന പോലെ ഗെയിമിൽ ഇൻവോൾവ് ആയാൽ മതി, പ്രശ്നമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താന്ന് നോക്കാം. കലണ്ടർ. നെക്സ്റ്റ് കലണ്ടർ ആണ്. അപ്പോ മൊബൈലിലുള്ള കലണ്ടർ അല്ലാതെ വീട്ടിൽ ഉള്ള കലണ്ടർ കൊണ്ടായിരിക്കും കുറച്ചും കൂടി ബെറ്റർ.
പാരന്റിന്റെ ആരുടെയൊക്കെ വീട്ടിലുണ്ട്? ഓക്കെ ഓക്കെ. ഷാന, റോയ്സൻ, പിന്നെ മുബഷീറ. കിട്ടി മുബഷീറ. പിന്നെ മാധ്യമം ആരാണ്? ഓക്കെ. ഹുദയ. ഓക്കെ. ഫെബിന. ഓക്കെ. ആണി അടിച്ച കലണ്ടർ ആണെങ്കിൽ അത് എടുത്തോണ്ട് വരണ്ട കേട്ടോ. അത് അങ്ങനെ കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആണി അടിച്ച് തൂക്കിയിരിക്കുന്ന കലണ്ടർ ആണെങ്കിൽ അങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം നോക്കിയാലോ? ഒരു എനർജി കുറവുള്ള പോലെ ഉണ്ടല്ലോ എല്ലാവർക്കും, അല്ലേ? നെക്സ്റ്റ്, ഹാൻഡ് റിട്ടൺ ഡയറി ഓർ നോട്ട്ബുക്ക് വിത്ത് ദ വേർഡ് ലേൺ വൈസ് ക്ലിയർലി റിട്ടൺ. കയ്യിലുള്ള ബുക്ക് കൊണ്ടുവരാം. ലേൺ വൈസ് നിങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ട് അതിൽ ലേൺ വൈസ് എന്നൊക്കെ എഴുതി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിച്ചാലും മതി. ഓക്കെ ഓക്കെ. എല്ലാവരുടെ കയ്യിലും ഉണ്ട് നോട്ട്ബുക്ക് അല്ലേ? ബഷീർ, റോയ്സൻ, ഷാന, മുഹസിന, ഉദായ. ബുക്ക് ഇല്ലാത്തവരുണ്ടോ? എല്ലാവരുടെ കയ്യിലുമില്ലേ? മുഫീദ, നഫ്സിയ, ഫെബിന. ഓക്കെ. നെക്സ്റ്റ് ഇസ് മെഷറിംഗ് ടേപ്പ്. ഇത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ ഫാഷൻ ഡിസൈനർ, ടൈലേഴ്സ്, വീട്ടിൽ ചെറുതായി തയ്ക്കുന്നവരുടെ കയ്യിലൊക്കെ ചിലപ്പോൾ മെഷറിംഗ് ടേപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് തന്നെ. ഓക്കെ ഓക്കെ. മാം ആരാണ്? ജംഷീറയാണോ? കണ്ടു ജംഷീറ. കണ്ടു കേട്ടോ, കണ്ടു. ഓക്കെ ഓക്കെ. എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ. എല്ലാവരുടെ കയ്യിലും മെഷറിംഗ് ടേപ്പ് ഉണ്ട്. മെഷറിംഗ് ടേപ്പ് ഇല്ലാത്ത വളരെ ചുരുക്കം ലേണേഴ്സ് മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം നിങ്ങളൊക്കെ ടാലന്റഡ് ആണ്, സ്കിൽഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. മെഷറിംഗ് ടേപ്പ് അല്ലെങ്കിലും ടേപ്പ് ഉണ്ടാവും. ഇനി പ്രത്യേക സാഹചര്യത്തിൽ പല്ല് തേക്കുന്നവരുടെ വീട്ടിൽ മാത്രം ഉണ്ടാകുന്ന ടൂത്ത് പേസ്റ്റ് ആരുടെ വീട്ടിലുണ്ട്? ഓക്കെ ഓക്കെ. ഷാന കണ്ടു കേട്ടോ. ആ ടൂത്ത് പേസ്റ്റിന്റെ ഹാർട്ട് വരെ ഞാൻ കണ്ടു. ഓക്കെ. റോയ്സൻ, മുബഷീറ. ഏഞ്ചൽ ബ്രഷാ കാണിക്കുന്നത്. ഏഞ്ചൽ ബ്രഷ് അല്ല, വേസ്റ്റാ. ബ്രഷ് അല്ല, പേസ്റ്റ് ആണേ. പേസ്റ്റ് ആണ് കേട്ടോ. നഫ്സിയ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പല ബ്രാൻഡിലുള്ള ടൂത്ത് പേസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും പല്ലേക്കുന്ന ലേണേഴ്സ് ആണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താ നോക്കാം. എനിത്തിങ് യെല്ലോ ഇൻ കളർ. യെല്ലോ കളറിലുള്ള എന്ത് വേണമെങ്കിൽ ആകാം. എന്ത് വേണമെങ്കിൽ ആകാം യെല്ലോ കളറിൽ. ചിലപ്പോ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത്, നിങ്ങൾ ഇരിക്കുന്നതിന്റെ അടുത്തായിരിക്കാം എന്തെങ്കിലും. ഓക്കെ ഓക്കെ. ഷാനയുടെ കയ്യിൽ ഒരു ഇമോജി ഉണ്ട്. റോയ്സൺ യെസ് കണ്ടു. അയ്യോ, അതിന് നമ്മൾ ഉത്തരവാദികളല്ല. പകുതി ബ്ലാക്ക് കണ്ടു 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 കേട്ടോ. ഓക്കെ. ഹുദയ കണ്ടു. നഫ്സിയ, ആൻസി, അന്നയുടെ കറക്റ്റ് യെല്ലോ അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവരും യെല്ലോ കണ്ടില്ലേ? നിഷ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പറയാനാണോ? ഓക്കെ. സാനിറ്റൈസർ. നെക്സ്റ്റ് സാനിറ്റൈസർ ആണ്. ഒരു 2019-20 സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു അവശ്യ വസ്തുവായിട്ട് നമ്മൾ ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, സാനിറ്റൈസറിന്. അപ്പൊ നിങ്ങളൊന്ന് 2019 പോകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും സാനിറ്റൈസർ. ഓക്കെ. റോയ്സൺ കാണിച്ചിട്ടുണ്ട്. രജനി കാണിച്ചിട്ടുണ്ട്. രജനി കാണിച്ചിട്ടുണ്ട്. ഷാന ഓക്കെ. ഹസീന കാണിക്കുന്നുണ്ട്. ഓക്കെ. സാനിറ്റൈസർ ആണോ ഹാൻഡ് വാഷ് ആണോ അത്?
ഹസീന ഹസീന കാണിച്ചിരുന്നോ? ഹസീന മുബീന. ഓക്കെ. ലെൻസി ഓക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ 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 കണ്ടു കേട്ടോ. എല്ലാവരുടെയും സാനിറ്റൈസർ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണ്? ന്യൂസ് പേപ്പർ. വെറും ന്യൂസ് പേപ്പർ അല്ല, ടുഡേയ്സ് ന്യൂസ് പേപ്പർ ആണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ തന്നെ കാണിക്കണം, ഇന്നലത്തെ കാണിച്ചപ്പോൾ പോരാ. ചിലപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതിവിടെ പ്രശ്നമില്ല. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ക്യാമറയിൽ കാണിക്കണം. ഓക്കെ. ഡെയിലി ന്യൂസ് പേപ്പർ. ഓക്കെ. ന്യൂസ് പേപ്പർ വായിക്കാത്തവരുണ്ടോ? റോയ്സൺ കണ്ടു കേട്ടോ, കണ്ടു. ന്യൂസ് പേപ്പർ വായിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പലരുടെ കയ്യിലും ന്യൂസ് പേപ്പർ ഇല്ല. നഫ്സിയെ കാണിച്ചിട്ടുണ്ട്, മലയാള മനോരമ. ഓക്കെ ആൻസി കാണിച്ചിട്ടുണ്ട്. ആൻസി ഓക്കെ. ആൻസി പിന്നെ PSC ആയ കാരണം അപ് ടു ഡേറ്റ് ആവും. ഇന്നത്തെ ന്യൂസ് പേപ്പർ എന്തായാലും ഉണ്ടാവും. രജനി പറഞ്ഞത് ഞാനെങ്കിലും എണ്ണിക്കുന്നില്ല, ഞാൻ ഈ കത്തര നനങ്ങൂല്ല. ഇല്ലേ രജനി? ഒന്ന് പൊങ്ങിയതാണ്, പിന്നെ ഇരുന്നു പത്രം വന്ന് കണ്ടപ്പോഴത്തേക്കും ഇരുന്നു. എനിക്ക് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വാങ്ങിക്കാറില്ല. നമ്മള് നാട്ടില് കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പൊ വാങ്ങിക്കാറില്ല. ഓക്കെ. അപ്പൊ ന്യൂസ് പേപ്പർ, ഇന്നത്തെ ന്യൂസ് പേപ്പർ എല്ലാവരും കാണിച്ചവര്. അല്ലാത്തവര് ഇന്നത്തെ ന്യൂസ് പേപ്പർ നാളെ വായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നോക്കാം. ബ്ലാക്ക് സോക്സ്. ബ്ലാക്ക് തന്നെ വേണേ, ബ്ലൂ കൊണ്ടുവരരുത്, വൈറ്റും കൊണ്ടുവരരുത്. ഓക്കെ ഓക്കെ. ഷാനയുടെ കണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഷാന ഫസ്റ്റ് കാണിച്ചത്. ഉദയ, നഫ്സിയ കൊണ്ടുവന്നിട്ടുണ്ട്. നഫ്സിയ, ഷാസിയ. ഓക്കെ. ജംഷീറ. ആരാണ്? ഷാസിയയുടെ ഒന്നും ക്യാമറ വേറെയാണ് കേട്ടോ, കാണുന്നില്ല. രജനി 2 സോക്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഞാനും 2 കാണിച്ചത്. 2 വേണം. നമുക്ക് ഒരു കാലിലിട്ട് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പെയർ ആയിട്ട് തന്നെയാണ് കാണിക്കേണ്ടത് കേട്ടോ. കുഴപ്പമില്ല. ഷാസിയ കാണിച്ചിട്ടുണ്ട്, റോയ്സൺ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫാമിലി ഫോട്ടോ ഫ്രെയിം. ഫാമിലി ഫോട്ടോ ഫ്രെയിം ആരുടെയൊക്കെ വീട്ടിലാണ്? എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ഫാമിലി ഫോട്ടോ ഫ്രെയിം. അതെവിടെയെങ്കിലും ഹാങ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ എടുക്കാനൊന്നും പോകണ്ട കേട്ടോ. പ്രശ്നമില്ലെങ്കിൽ മാത്രം എടുത്തോണ്ട് വന്നാൽ മതി. ആൻസി കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻസി ഉണ്ട് അതില്? മാം ഫോണില് ഫോട്ടോ മതിയോ? അതെങ്ങനെ ഫ്രെയിം ആവും? അതല്ല, എന്താ എനിക്ക് 2 വീടുണ്ട്, അപ്പൊ ആ വീട്ടിലുള്ളത് എല്ലാം ന്യൂസ് പേപ്പർ എല്ലാം. ഇതിലേതാണ് ആൻസി? ചെറുതാണോ? അല്ല മാം, വലുത്. ആദ്യത്തത് ഓക്കെ. സെന്ററിൽ. അനിയത്തിമാര് ട്വിൻസ് ആണ്. ട്വിൻസ് ആണോ? റോയ്സൺ കണ്ടു. പിന്നെ രജനീടെ കണ്ടു. വേറെ ആരെങ്കിലും കാണിച്ചിരുന്നോ? ഇല്ല. മാരീഡ് ആയവര് ഹസ്ബൻഡ് കൂടെയുള്ള ഫാമിലി ഫോട്ടോ ഒന്നുമില്ല? വേണ്ട, അതൊന്നും എടുക്കാൻ പോണ്ട. നമുക്ക് ഇത്ര മതി, ഒരു ഫ്രെയിം കിട്ടിയാ മതി കേട്ടോ. മാം കണ്ടായിരുന്നോ? കാണാൻ പറ്റുന്നുണ്ടാ? എവിടെ? ഇല്ല. ആരാ കാണിക്കുന്ന? പേരെന്ന് പറഞ്ഞു? ലിൻസി. ലിൻസിനെ കാണുന്നുണ്ട്, ഫ്രെയിം കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ലിൻസിനെ മാത്രമേ കാണുന്നുള്ളൂ. ഫ്രെയിം ഒന്ന് പിടിച്ചേ. ഒരു മിനിറ്റ് വായിക്കാമോ? ബാക്കിലാണോ? ഹാങ് ചെയ്തിരിക്കുകയാണോ? ബാക്ക് ക്യാമറ വാങ്ങിക്കണം. ഓക്കെ. കണ്ടു. ഓക്കെ കണ്ടു കേട്ടോ. ഓക്കെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്ക്സ്. ഇനി അടുത്തത് അംബ്രല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അംബ്രല്ല. കാരണം എപ്പോഴാണ് സൂര്യൻ, എപ്പോഴാണ് മഴ എന്നറിയില്ലല്ലോ. രണ്ടിലും അംബ്രല്ല വേണമല്ലോ. യെസ്.
ഷാന, യെസ് കണ്ടു. വയലറ്റ് അംബ്രല, ഇവിടെ കൊടയില്ല. ഓക്കെ ഓക്കെ. നമുക്ക് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാം അല്ലേ? 8 മണിയായല്ലോ നമുക്ക്. ഓക്കെ. ആഹാ, നല്ല ഏഞ്ചലിന്റെ കുട കൊള്ളാലോ, നല്ല കളർഫുൾ ആണല്ലോ. കൊച്ചിന്റെ ഒക്കെ റൈസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഐറ്റത്തിലേക്ക് വേഗം പോകാം. കാൻഡിൽ. കാൻഡിൽ എവിടെ? കാൻഡിൽ ഉണ്ടോ വീട്ടില്? ആ, കാണിക്കില്ല. ഉണ്ട് ഉണ്ട്, കാൻഡിൽ കാണാനുണ്ട്. മാം ലിൻസി. ആ, ആ, കണ്ടു. കണ്ടു കണ്ടു കേട്ടോ. ഇതാ ഇതാ ഇത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നഫ്സിയ നെക്സ്റ്റ് കാണിച്ച്. ആയിട്ട് നോക്കാം റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് എവിടെയാണ്? റബ്ബർ ബാൻഡ് ഉണ്ടോ? ആ ഉണ്ട്. റബ്ബർ ബാൻഡ് അല്ല, വെറും ബാൻഡ് ആയാലും കുഴപ്പമില്ല. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊന്നും ഉണർത്തരുത് കേട്ടോ, അവര് മുടി കെട്ടി ഉറങ്ങിക്കോട്ടെ. റബ്ബർ ബാൻഡ് വേണമെന്ന് വിചാരിച്ചിട്ട് അവരിപ്പോ എണീപ്പിക്കല്ലേ. ഓക്കെ ഓക്കെ, എല്ലാവരുടെ കയ്യിലും റബ്ബർ ബാൻഡ് ഉണ്ട്. ആ കണ്ടു കേട്ടോ. പോട്ടഡ് പ്ലാന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗാർഡനിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരരുത്. പോട്ടഡ് പ്ലാന്റ് മീൻസ് ഇൻഡോർ പ്ലാന്റ്. വളരെ ചെറുതായിട്ടുള്ള പ്ലാന്റ് മാത്രം എടുത്തുകൊണ്ടാണ്. ജസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഹുദ കാണിച്ചിട്ടുണ്ട്, ഷഹാന കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ, ഷാസിയുടെ കൊള്ളാം. കണ്ടു കണ്ടു കേട്ടോ. വലിയ ചെറുപ്പം എടുത്തുകൊണ്ടാണ്, ചെറുത് മതി കേട്ടോ. ഈ ഓക്കെ, ഐഫോൺ ആരാണ്? പേര് റീനെയിം ചെയ്തിട്ടില്ല, പേര് വിളിക്കാത്ത കേട്ടോ. ഐഫോണിന്ന് കാണുന്നോണ്ടാണ്. ഷാഹിദ. ആ, ഓക്കെ. ഷാഹിദ. നഫ്സിയ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവരും ചെടിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ്. ഇനി നെക്സ്റ്റ് ഇസ് അലാം ക്ലോക്ക്. ഫോണിൽ അലാം വെക്കും നിങ്ങള്, അതറിയാം. അതല്ലാതെ വീട്ടിൽ അലാം ക്ലോക്ക് ഉണ്ടോ? ഇല്ല. ഇല്ല. ഉള്ളവര് മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചോളൂ. ടോയാണ്. ആ, ടോയാണ്. വർക്കൊന്നും ചെയ്യിപ്പിക്കണ്ട, ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തന്നാൽ മതി കേട്ടോ, ക്യാമറയിൽ വെച്ചിട്ട്. നഫ്സിയ കാണിച്ചിട്ടുണ്ട്. ആ, നഫ്സിയുടെ കറക്റ്റ് ആണ്. ഇതേപോലെ തന്നെ ഒരു കളർ ചേഞ്ച് അല്ല, ഒരു ഗ്രീൻ കളർ സെയിം സാധനം. രജനി ഒന്ന് തപ്പിയിട്ട് വന്നിട്ടുണ്ട്, കിട്ടിയില്ല. കിട്ടി, സാരില്ല കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് കീസ്. കീസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. വീടിന്റെ കീ, പിന്നെ വാഹനങ്ങളുടെ കീ എല്ലാം ഉണ്ട്. ഓക്കെ, കുറെ കീസ് ആയിട്ട് വന്നിട്ടുണ്ട്. റോക്സിൻ കുറെ കീസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാർ ഓടിക്കുന്ന ആൾക്കാർ കാർ ഓഫ് ചെയ്തിട്ട് കീ എടുക്കണം. രഞ്ജിത്തിന്റെ ഒരു അവസരം കിട്ടി, രഞ്ജിത്ത് കീ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരുടെ കയ്യിലും കീ ഉണ്ട്. എല്ലാവരുടെ കയ്യിലും കീ ഉണ്ട്. ഇനി നെക്സ്റ്റ് സൺഗ്ലാസസ് ഓർ ഷെയ്ഡ്സ്. ഷെയ്ഡ്സ് ഓർ സൺഗ്ലാസസ്. ഷെയ്ഡ്സ് ഓർ സൺഗ്ലാസസ്. സൺഗ്ലാസ് ഇല്ല. സൺഗ്ലാസ് ഇല്ല. പവർ ഗ്ലാസ്. ഇപ്പൊ മഴ ആയതുകൊണ്ടാണോ സൺഗ്ലാസ് ഇല്ലാത്ത? വെച്ചോ ഷഹാന, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇവിടെ വെയില. സാരമില്ല. ഇപ്പൊ വെയിലാണോ? നമ്മുടെ ഇവിടെ സൗദി അറേബ്യയിലാണ്, റിയാദിൽ നല്ല ചൂടാ. അത് ശരി. ഓക്കെ 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 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സംതിങ് റിലേറ്റഡ് ടു യുവർ ഫേവറേറ്റ് സ്പോർട്ട് ഓർ ഗെയിം. ഇഷ്ടപ്പെട്ട, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഹോബീസ് കാര്യങ്ങളൊക്കെ, അപ്പൊ അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബുക്സ് കാണിക്കാം, പെന്ന് കാണിക്കാം. അല്ല, മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഹെഡ്സെറ്റ് കാണിക്കാം. അതെന്താണ്, കത്തിയോ? കത്തിയല്ല, കാലിയോഗ്രാഫിക് പെന്നാണ്. പിന്നെ ഫോണ് കാണിക്കുന്നുണ്ട്. ഫോണാണ് ഫേവറേറ്റ് ഹോബി. ആ, ഓക്കെ. ബുക്സ് പിക്ചർ. ആ, ഓക്കെ. ഡ്രോയിങ് ബുക്ക് കാണിക്കുന്നുണ്ട്. ഒരു ലൈബ്രറി മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് മുബഷീറ. സെറ്റ് ചെയ്യാതെ. ഓക്കെ, ബുക്സ് കാണിക്കുന്നുണ്ട് എല്ലാവരും.
നവ്യ നവ്യ ആ നവ്യ നവ്യക്ക് പാട്ട് കേൾക്കാനൊക്കെ ആ ആയിട്ടല്ലേ നവ്യ അത് ഹെഡ്സെറ്റ് കാണിക്കുന്നുണ്ട്. മാം ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഐറ്റം ഇനി അടുത്തതെന്ന് പറയുന്നത് an item that represents your hobby. അതും ഈ സെയിം സംഭവം തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? എനിക്ക് അത് സെയിം തന്നെയാണ്. പിന്നെ സെയിം തന്നെയാണ്. ഓക്കെ. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ ഗെയിം ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നേരം ക്യാമറ ഓൺ ആക്കി വെച്ച് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെ താങ്ക്സ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഗെയിം സെഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനിൽ ഇനി ആർക്കെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെയേറെ ഒരു 1-2 പേരൊന്ന് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സെഷനായിരുന്നു. നമ്മളെല്ലാവരും നന്നായി പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ലൈഫില് ജീവിതത്തിന്റെ പല മേഖലയിലുള്ള ആളുകളെ കണ്ടു, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളെ കണ്ടു, പല എന്താ പറയാ ഹോബീസും ഒക്കെ ഉള്ള ആളുകളെ കണ്ടു. അപ്പൊ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് വിശ്വസിക്കണം. നല്ല ഇൻസ്പയറിംഗ് ആയിരിക്കുന്ന ഇതായിരുന്നു. ഞങ്ങളൊക്കെ എന്താ പറയാ ഹെക്ടിക്കായ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറിയുള്ളൂ. എന്നാലും എല്ലാ സാധനങ്ങളും തപ്പിയെടുത്ത് ഓടി നടന്ന് എല്ലാം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫോണില് ഗെയിം എന്ന് പറഞ്ഞപ്പോഴേ എങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളുള്ള പരിമിതമായ സാഹചര്യം കൊണ്ട് നമ്മുടെ മെന്റേഴ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു. താങ്ക് യു. താങ്ക് യു സർ. ഇനി അടുത്തത് ആരാണ്? ഓക്കെ മാം, എന്താ പറയാ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞപ്പോ ആദ്യം ഒരു എന്താ പറയണ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് എങ്ങനെയാണെന്ന്. നമ്മളിപ്പം എന്താ പറയാ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നിന്ന് വന്ന ഒത്തിരി മേഖലകളിലുള്ള ആൾക്കാരായിട്ട് ഇപ്പൊ ഒത്തിരി ഡിഫറെന്റ് സിറ്റുവേഷൻ ബേസ് ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ ഗ്രൂപ്പില്. അപ്പൊ എല്ലാവരെയും കാണാനും എല്ലാവരും പരിചയപ്പെടാനും അറിയാനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ ഈ ഗെയിം നന്നായിട്ട് എൻജോയ് ചെയ്തു. പഴയ കോളേജ് ഡേയ്സിലേക്ക് തിരിച്ചു പോയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. താങ്ക് യു മാം. ശരിയാണ് മാം, നമ്മള് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നു ഇപ്പോഴും. ഇനിയിപ്പോ ഈ ലേൺ വൈസിന്റെ കൂടെ 3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെറിയ കുട്ടികളാവോ? ഡൗട്ട് ഉണ്ട്. ഇതുപോലുള്ള കളികളൊക്കെ ഗെയിമുകളൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മളും ചെറിയ കുട്ടികളായി പോകും. നമ്മളല്ല, നമ്മുടെ മനസ്സ് ചെറുതായിട്ട് പോകും. മനസ്സാണ് നമ്മള്, അതുകൊണ്ട് മനസ്സ് ചെറുതായി നമ്മളും ചെറുതാവും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എസ്പെഷ്യലി നമ്മളുടെ കൂടെ ഇന്ന് റെക്കോർഡിംഗ് ടീമിലുള്ള രാഗി മാം, ഹന മാം ആൻഡ് വാണി മാം നമ്മുടെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള അനുശ്രീ മാമിനും സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഇത്രയും നേരം വളരെ എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. ഇനി വരാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനാണ്. ഇഗ്നോനെ കുറിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന സെഷനാണ്. അപ്പൊ അതുകൊണ്ട് ആ സെഷനിലും നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.